പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കിടക്കുമ്പോൾ ഞാൻ ഓർത്തത് നിന്റെ കാര്യം മാത്രം. കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നെ അവിടുന്ന് രക്ഷിച്ചത് ആരെന്നറിയോ? അവന്തികയാ. അഡ്വക്കേറ്റ് മഹേശ്വരം പോറ്റിയെ കൊണ്ടുവന്ന അവൾ എന്നെ ജാമ്യത്തിലിറക്കിയത്. ലോക്കപ്പില് 2-3 ദിവസമേ കിടന്നുള്ളെങ്കിലും ഒരു ജന്മത്തിന്റെ ദുരിതം മുഴുവൻ ആ സമയം കൊണ്ട് തന്നെ ഞാൻ അനുഭവിച്ചു. അതിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചത് അവന്തികയെ. ഈ ജന്മം നമ്മൾ അവളോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി ഇവിടെ ഒരുപാട് ത്യാഗം സഹിച്ചു. എന്തിനാ ചെയ്തൊക്കെ നന്ദേട്ടനോട് പറയുന്നേ? അച്ഛനു വേണ്ടി ഞാൻ ചെയ്തതെല്ലാം എന്റെ കടമ മാത്രം. ഇനി അഥവാ നന്ദേട്ടനോട് ഇതൊക്കെ പറഞ്ഞാലും പാവത്തിന് ഇതൊന്നും അറിയാൻ പറ്റില്ലല്ലോ. എന്താ നന്ദേട്ടാ, എന്തെങ്കിലും പറയാനുണ്ടോ? പറ നന്ദേട്ടാ. എന്റെ നന്ദേട്ടനൊന്ന് സംസാരിച്ച് കേട്ടിട്ട് എത്ര നാളായി. കണ്ടില്ല അച്ഛാ, എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നു. നല്ലൊരു കുടുംബത്തിലേക്ക് വന്ന് കയറി, സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടി, കരുതലും വാത്സല്യമുള്ള ഒരു അച്ഛനെ കിട്ടി, നല്ല സഹോദരങ്ങളെ കിട്ടി. പക്ഷെ ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിനേക്കാൾ വലുതൊന്നുമില്ല. എന്റെ ജീവനായി കിടക്കുന്ന എന്റെ നന്ദേട്ടൻ ഒരിക്കലെങ്കിലും ഒന്ന് എഴുന്നേറ്റ് കാണണമെന്ന എന്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. മോള് വിഷമിക്കണ്ട. നിന്റെ സങ്കടങ്ങൾക്കെല്ലാമുള്ള പരിഹാരം അച്ഛൻ ഇന്ന് തന്നെ ഉണ്ടാക്കും. കേട്ടില്ലേ മിസ്റ്റർ നന്ദൻ, എന്റെ അമ്മായച്ചൻ പറഞ്ഞിട്ട് പോയത്? ഞാനാണിപ്പ അങ്ങേരുടെ രക്ഷക. കാര്യങ്ങൾ ഏതാണ്ടിപ്പ എന്റെ കയ്യിലായി. കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതും കൂടി ഒന്ന് സെറ്റായാ പിന്നെ തന്നെ എനിക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ ഈ ഭൂമിയിലെ ജോലി അവസാനിപ്പിച്ച് തനിക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങാം. എന്തു പറയുന്നു?